മുനാഫിക്കുകളോട് അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കൊക്കെ ക്ഷണിക്കപ്പെട്ടാൽ അവർ പിന്തിരിഞ്ഞു കളയുമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു കൃത്യമായ നിലക്കുള്ള ഒരു പൊരുത്തപ്പെടൽ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അവർ യാതൊരു നിലക്കും തെളിവുകളിലേക്ക് തിരിഞ്ഞു നോക്കുക, ദേഷ്യം പിടിച്ചിട്ടാ പറയാ, എൻ്റെ ഒന്നും ഇവിടെ ആയത്തോരീസൊന്നും എന്നോട് പറയണ്ട, ഞാൻ പഠിച്ച അതന്നെ മതി എനിക്ക് എന്നും പറഞ്ഞ് പിന്മാറിക്കളയുന്ന ആളുകൾ. ഇന്ന ആൾ പറഞ്ഞത് മതി. അയാളോട് ചോദിക്കൈ, നിങ്ങൾ പറയണ ഈ ആൾ അള്ളാൻ്റെ റസൂലാ? അള്ളാൻ്റെ റസൂലാണോ അയാൾ? അള്ളാൻ്റെ റസൂലാണെങ്കിൽ തെറ്റുപറ്റൂല. നിങ്ങൾ പറയണ ആൾ അള്ളാൻ്റെ റസൂലാ? ഇന്ന ഫുലാൻ ഇന്ന ആലിം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂലാണോ? ഒരിക്കലും അല്ലല്ലോ. മനുഷ്യന്മാരല്ലേ അവർ. ആ മനുഷ്യന്മാർ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ അബദ്ധം ഉണ്ടാവും, സുബദ്ധം ഉണ്ടാവും. അപ്പം അബദ്ധങ്ങളും സുബദ്ധങ്ങളും മനുഷ്യരുടെ വാക്കുകളിലുണ്ടാകും. അപ്പം അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആരെന്ത് വാക്ക് പറഞ്ഞാലും നമ്മളൊരു വിഷയം കേട്ട് കഴിഞ്ഞാൽ അത് അള്ളാൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോടും യോജിച്ചുകൊണ്ട് ആരാണോ പറയുന്നത് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആ നിലക്ക് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വളരെ വ്യക്തമായ നസ്സുകളുള്ള കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് പലരും സംസാരിക്കുമ്പോൾ അപ്പോഴും ശടിച്ചു നിന്നുകൊണ്ട് എനിക്കതൊന്നും കേൾക്കണ്ട, ഞാനാ പറഞ്ഞോടത്തേ നിൽക്കുള്ളൂ, ഒന്നും കേൾക്കാനും പാടില്ല, ഞങ്ങളിനി ഒന്നും കേൾക്കില്ല എന്ന നിലപാടിൽ മാറി നിൽക്കുന്ന ആളുകൾക്ക് ഈ മുനാഫിക്കുകളോട് സാദൃശ്യമുണ്ട്. അവരോട് എന്ത് പ്രമാണങ്ങൾ പറഞ്ഞാലും അവർ ഉൾക്കൊള്ളുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താ അവരുടെ നയം? അത്തരത്തിൽപ്പെട്ട ആളുകളുടെ നയം എന്താണ്? അതാണ് അല്ലാഹു പറയുന്നത്, വഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ. വഇദാ ദുഊ ഇലല്ലാഹ്, അവർ അല്ലാഹുവിങ്കലേക്ക് വിളിക്കപ്പെട്ടാൽ, വഇദാ ദുഊ, ദുഇയ, ദഅ എന്ന് പറഞ്ഞാൽ വിളിച്ചു, ദുഇയ വിളിക്കപ്പെട്ടു, ദുഇയ ദുഇയാ ദുഊ അവർ വിളിക്കപ്പെട്ടു. വഇദാ ദുഊ അവർ വിളിക്കപ്പെട്ടാൽ, ഇലല്ലാഹ് അല്ലാഹുവിങ്കലേക്ക്, അല്ലാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് വരിക, അല്ലാഹുവിലേക്ക് വിളിക്കപ്പെടുക, അള്ളാഹിൻ്റെ കിതാബിലേക്ക് വിളിക്കുക. അല്ലാഹുവിൻ്റെ ഖുർആനിലേക്ക് വിളിക്കപ്പെട്ടാൽ, വറസൂലിഹി അള്ളാഹിൻ്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ. എന്താ റസൂലിലേക്ക് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ സമീപത്തേക്ക് പള്ളിയിലോ അങ്ങാടിയിലോ വീട്ടിലോ ഒക്കെ വെച്ച് അവിടുത്തെ സദസ്സിലേക്ക് സമക്ഷത്തിങ്കിലേക്ക് കയറി ചെന്നുകൊണ്ട് വിഷയങ്ങൾ ചോദിച്ചറിയുക, പഠിക്കുക, അംഗീകരിക്കുക, ഉൾക്കൊള്ളുക, അതൊക്കെയാണ് റസൂലിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹിന്റെ വഫാത്തിൻ്റെ ശേഷമോ അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തിലേക്ക്. അപ്പം ഇന്ന് നമ്മൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കാറുണ്ട്, കിതാബിലേക്കും സുന്നത്തിലേക്കും. അങ്ങനെ വിളിക്കപ്പെട്ടാൽ എന്തിന്? ലിയഹ്കുമ ബൈനഹും, അവരുടെ ഇടയിൽ വിധി പറയുവാൻ വേണ്ടി. അവർക്കുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഏതാണ് നേര് ഏതാണ് നേരല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു മാർഗമുണ്ട്. അത് അള്ളാഹിൻ്റെ കിതാബാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യയാണ്. അതിലേക്ക് നിങ്ങൾ വരൂ എന്നവരോട് വിളിക്കപ്പെട്ടാൽ, ഇദാ ഫരീഖും മിൻഹും, അതാവരിൽ നിന്നും അപ്പോൾ ഒരു കൂട്ടം ആളുകൾ, മുഅ്രിദൂൻ അവർ പിന്തിരിഞ്ഞു കളയുന്നു. മുഅ്രിദൂന, അഅറദ യുഅ്രിദു, ഇഅറാദ് മുഅ്രിദ്, മുഅ്രിദൂൻ അവരെന്ത് ചെയ്യുന്നു? തിരിഞ്ഞു പോകുന്നു. അവരാണ് തിരിഞ്ഞു പോകും. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അതിലേക്ക് വിളിക്കപ്പെട്ടാൽ അവരങ്ങോട്ട് തിരിഞ്ഞു പോകും. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം. ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കൊക്കെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പ്രമാണവും തെളിവൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഒരല്പം പോലും ആലോചിക്കാതെ അതങ്ങ് അംഗീകരിക്കുന്ന മനസ്സാ വിശ്വാസിക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ 65-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചിട്ടില്ലേ, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന അവർ മുഅ്മിനാവുകയില്ല തന്നെ. നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിക്കട്ടോ. ഫലാ വറബ്ബിക, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന അവർ മുഅ്മിനീങ്ങളാവുകയില്ല. ഹത്താ യുഹക്കിമൂക, ശ്രദ്ധിക്കണം, 3 കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ഹത്താ യുഹക്കിമൂക, നിന്നെ അവർ വിധികർത്താവാക്കണം.
അവർക്കുണ്ടാകുന്ന വിഷയങ്ങളിൽ തീർപ്പുകാരനായിട്ട്, ജഡ്ജിയായിട്ട്, ഖാദിയായിട്ട്, അവരുടെ വിഷയങ്ങളിൽ അവസാന വാക്കായിട്ടവർ എടുക്കേണ്ടത്, അവർ സ്വീകരിക്കേണ്ടത് നിന്നെയാണ്. അതേ, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. സൂറത്തുൻ നിസായിൽ 65-ാമത്തെ ആയത്താണ് ഞാൻ പറയുന്നത്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഏതാണ് നേര് ഏതാണ് തെറ്റെന്നറിയാൻ വേണ്ടി അവർ എത്തേണ്ടുന്ന കേന്ദ്രം നീയാണ്. നിന്റെ അടുക്കലേക്കാണ് അവർ വരേണ്ടത്. അങ്ങനെ നിന്നെ അവർ വിധികർത്താവാക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. തീർന്നില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് വിധി കേട്ടാലോ, സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത. പിന്നീട് നീ എന്താണോ അവരോട് പറഞ്ഞത്, അല്ലെങ്കിൽ നിന്റെ വിധി എന്താണെന്നാണ് അവർക്ക് മനസ്സിലായത്, ആ മനസ്സിലായ വിധിയിൽ അവരുടെ മനസ്സിൽ യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. ഒരു വിഷമവും അവൻ്റെ മനസ്സിൽ തോന്നരുത്. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്, ഇതൊരു സുഖായില്ല എന്നൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു ഹറജും അവൻ്റെ മനസ്സിലുണ്ടാകരുത്. രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമതോ, അങ്ങനെ വിഷമം തോന്നരുത് എന്ന് മാത്രവുമല്ല, വയുസല്ലിമു തസ്ലീമാ. അതായത് ഐ തസ്ലീമൻ കാമില. വയുസല്ലിമു എന്ന് പറഞ്ഞിട്ട് തസ്ലീമാന് തഅ്കീദിന് വേണ്ടിയിട്ട് ശക്തിപ്പെടുത്താനാണ് അള്ളാഹു പറയുന്നത്. അവരത് അംഗീകരിക്കുകയും ചെയ്യണമെന്ന്. അതാണ് സല്ലമ. അതിനവർ അംഗീകരിക്കണം. എങ്ങനെ? തസ്ലീമൻ, സമ്പൂർണമായ അനുസരണം, സമ്പൂർണമായ അംഗീകാരം അവരത് അംഗീകരിക്കുകയും ചെയ്യണം. അപ്പോഴേ ഒരു നിലക്കും ആ വിധിയോട് അവരുടെ മനസ്സിൽ ഒരു പൊരുത്തക്കേടോ ഒരു അതൃപ്തിയോ ഒരു വിഷമമോ അല്ലെങ്കിൽ അത് എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോടുള്ളൊരു മാനസികമായ 1% പോലും ഒരകൽച്ച ഉണ്ടാകാൻ പാടില്ല. സമ്പൂർണ്ണ അച്ചടക്കത്തോടെ അനുസരണത്തോടെ ആ വിധിയോടങ്ങ് പൊരുത്തപ്പെട്ട് അതങ്ങ് അനുസരിച്ച് സന്തോഷത്തോടെ അതങ്ങ് അംഗീകരിക്കുന്നുണ്ടെങ്കിലേ മൂമിനാവുകയുള്ളൂ. അല്ലെങ്കിൽ റബ്ബിനെ തന്നെ സത്യം ചെയ്തിട്ട് പറഞ്ഞ വാചകമാണ്. ആമുഖമൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫലാ വറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ മോമിനീങ്ങളാവൂലാന്ന്. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു വിധിയും നിയമവും ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു സ്വഭാവം എന്തായിരിക്കും? പലപ്പോഴും എനിക്ക് 100% താല്പര്യമുള്ള വിഷയങ്ങൾ ഖുർആനിലും ഹദീസിലും കണ്ടാൽ ഞാൻ 100% സന്തോഷത്തോടെ അത് സ്വീകരിക്കും. എനിക്ക് 100% എതിരും വിയോജിപ്പൊക്കെ ഉള്ള കാര്യങ്ങളാണോ അള്ളാഹു വിരോധിച്ചിട്ടുള്ളത്, എന്നാൽ ഞാനും അതിൽ നിന്ന് പൂർണ്ണമായി അതിന് വിട്ടു നിൽക്കും, അതിനെ ഞാൻ എതിർക്കുകയും ചെയ്യും. അതേ അവസരത്തിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളും എൻ്റെ താല്പര്യം ചില കാര്യങ്ങളൊക്കെ എനിക്ക് നേടിത്തരുന്ന വിഷയങ്ങളിലൊക്കെ അള്ളാഹ് അത് പാടില്ല എന്നാ പറഞ്ഞിട്ടുള്ളതുണ്ടെങ്കിലോ അവിടെ ഞാൻ എൻ്റെ തനി നിറം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ മുഅ്മിനല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അത്തരം ഘട്ടങ്ങളെത്തുമ്പോൾ എന്താണ്, എനിക്കത് അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ആ കൽപ്പന, അള്ളാഹിൻ്റെ ആ കൽപ്പന അനുസരിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ നഹി, ആ വിരോധത്തിൽ നിന്ന് ഞാനങ്ങ് വിട്ടുനിന്നാൽ അത് എൻ്റെ വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിലും എനിക്ക് സമൂഹത്തിലും ഒക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ആ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളോട് ഞാൻ എന്ത് ചെയ്യാണ്? പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മുസ്ലിമാണെന്ന് പറയാം, ഞാൻ പൂർണ്ണമായിട്ട് അനുസരിക്കുമെന്ന് പറയാം. പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? സ്കിപ്പാവുകയാണ്, ഞാൻ അവിടുന്ന് പോവുകയാണ്, ഞാൻ അത് അംഗീകരിക്കുന്നില്ല. ഇത് മുഅ്മിനാവൂല. അതുകൊണ്ടാണ് അവിടെ അള്ളാഹു ഈ 3 സ്വഭാവം പറഞ്ഞു. കാര്യങ്ങൾ ശരിക്കും അതാ റബ്ബിൻ്റെ അടുക്കൽ അള്ളാഹിൻ്റെ റസൂലിനെ വിധികർത്താവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതേത് വിഷയങ്ങൾ, എന്ത് വിഷയങ്ങളാവട്ടെ, ഏത് വിഷയത്തിലും അന്തിമ തീരുമാനം അള്ളാഹുവിങ്കൽ നിന്ന് വഹയി ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തീരുമാനമായിരിക്കണം. അതാ ഹദീസിലും ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങളായിരിക്കണം. എന്നിട്ട് ആ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു വിഷമം തോന്നാത്ത മനസ്സായിരിക്കണം. ബുദ്ധിമുട്ടി വെറുപ്പോടുകൂടെ എല്ലാം അനുസരിക്കേണ്ടത്, നല്ല സന്തോഷത്തോടെ സ്വീകരിക്കണം. വയുസല്ലിമു തസ്ലീമ, സമ്പൂർണ്ണ അച്ചടക്കവും അനുസരണവും പാലിക്കണം, കീഴ്പ്പെടണം എന്നാണ്. ഈ 3 നമ്മളിൽ ഉണ്ടാകാറുണ്ടോ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ എന്ന് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ആലോചിക്കണം. അത് ആത്മപരിശോധനക്ക് നല്ലതാ. മുഹാസബത്ത് ജീവിതത്തിൽ എപ്പോഴും നമ്മളിതാ ഈ ആയത്തുകളൊക്കെ നമ്മൾ ഓതുമ്പോൾ അതൊക്കെ മുനാഫിക്കീങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൈ കഴുകല്ലേ.
ഞാനതിൽ നിന്നൊക്കെ ഒഴിവാണ്, ഞാൻ പൂർണ്ണമായും ഇതിൽ നിന്നൊക്കെ ഒഴിവാണെന്ന് പറഞ്ഞ് മനസ്സമാധാനം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറല്ലേ? നമ്മളങ്ങനെ മാറാൻ പാടില്ല സഹോദരങ്ങളെ. ഓരോ ആയത്തുകളും ഇത് എന്നോടുള്ള എൻ്റെ റബ്ബിൻ്റെ സംസാരമാണ് എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അപ്പോഴേ തദബ്ബുർ, ചിന്ത ഖുർആൻ പാരായണത്തിൻ്റെ വേളയിൽ നമുക്കുണ്ടാകും. എന്നിട്ട് ആലോചിക്കണം നമ്മുടെ ജീവിതവുമായി ഈ വചനങ്ങളുടെ ആശയങ്ങളെ അതെത്രത്തോളം സമരസപ്പെടുന്നുണ്ട്, പൊരുത്തപ്പെടുന്നുണ്ട് എന്നൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതാണ് നമ്മുടെ ഈമാൻ തിളങ്ങി നിൽക്കുവാനും പരലോക രക്ഷക്കും ഏറ്റവും ഉപയുക്തമായ കാര്യം. അപ്പം ഇവിടെ മുനാഫിക്കുകളുടെ സ്വഭാവം എന്താണ്? അവർക്കെന്ത് വിഷയമുണ്ടെങ്കിലും അവർ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരൂ എന്ന് ക്ഷണിക്കപ്പെട്ടാൽ അവരിലൊരു വിഭാഗം എന്താ ചെയ്യുന്നത്? അവരങ്ങോട്ട് പിന്തിരിഞ്ഞു കളയുകയാണ്. അതേ അവസരത്തിൽ അവർക്കൊരു നയമുണ്ട്. അവർക്കുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. അവർക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ത്? അൽ ഹഖു ന്യായം അവർക്കാണുള്ളതെങ്കിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് തീരുമാനത്തിന് പോയാൽ, അല്ലെങ്കിൽ ആ ഇസ്ലാമിൻ്റെ വിധി അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് ഉറപ്പാണ് അത് അവർക്ക് അനുകൂലമാണ്. അവരുടെ അടുക്കൽ അവർക്കാണ്, അവരുടെ പക്ഷത്താണ് ന്യായമുള്ളതെങ്കിലോ ഈ മുനാഫിക്ക് എന്ത് ചെയ്യും? അവർ ചെല്ലുന്നതാണ്, അവർ പോകുന്നതാണ്. ഇലൈഹി യാ റസൂലിൻ്റെ അടുത്തേക്ക് മുദ്ഇനീൻ, വളരെ അനുസരണവും അച്ചടക്കവുമുള്ളവരായിക്കൊണ്ട്. അത് അന യുദ്ഇനു, ഇത് ആന് മുദ്ഇന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കോടതിയിൽ ചെന്നാൽ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കോടതിയിൽ പോയാൽ 100% തങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് കിട്ടുക എന്ന് മുനാഫിക്കിന് ഉറപ്പായാൽ അവൻ റസൂലുള്ളാഹിയുടെ കോടതിയിൽ തന്നെ പോകും. കണ്ടോ, മുനാഫിക്കിൻ്റെ സ്വഭാവമായിരുന്നു. അപ്പോൾ അവരുടെ 3 നിലപാടാണ് അവർക്കുണ്ടായിരുന്നത്. 100% നബിയുടെ ഒരു വിഷയം ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കോടതിയിൽ പോയിട്ട് കേസ് പറഞ്ഞാൽ 100% തങ്ങൾക്ക് അനുകൂലമായിരിക്കും വിധി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മുനാഫിക്ക് എന്ത് ചെയ്യും? സന്തോഷത്തോടെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ വിധി കേൾക്കാൻ പോകും. 100% അവർക്ക് എതിരാകുന്ന കണ്ടാലോ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. അതേപോലെ തന്നെ അവർക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ, അവരുടെ കയ്യിൽ ന്യായമുണ്ടോ ഇല്ലേ എന്നൊക്കെ അവിടെ വ്യക്തമായി കിട്ടുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ചാലും അവർ ആ വഴിക്ക് പോകില്ല. അപ്പം അവർ പോകുക എപ്പോൾ മാത്രമേ ഉള്ളൂ? അവർക്ക് അനുകൂലമായി 100% നിയമം അവിടുന്ന് കിട്ടും എന്ന് മനസ്സിലായാൽ മാത്രമേ മുനാഫിക്ക് എവിടെ പോയിരുന്നുള്ളൂ? റസൂലുള്ളാഹിന്റെ കോടതിയിൽ പോയിരുന്നുള്ളൂ. അവിടുത്തെ ജീവിതകാലത്ത്. ഇന്നുമില്ലേ ആ നയം? റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഇന്ന് നമ്മുടെ അവസ്ഥ അതാണോ? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വാ. എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? ഒരു വിഷയം വരുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കാനാ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ വിഷയത്തിൽ 100% എനിക്ക് സന്തോഷമുള്ള നിയമമാണ് ഇസ്ലാമിലുള്ളതെങ്കിൽ ഞാനത് ഉൾക്കൊള്ളുന്നു. ഇനി എനിക്ക് 100% എതിർപ്പാണ് ആ നിയമത്തോടുള്ളതെങ്കിലോ, എൻ്റെ നയത്തിന് 100% വിരുദ്ധമായ നിയമമാണ് അതിലുള്ളതെന്ന് വന്നാൽ ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. ഇനി എൻ്റെ തീരുമാനത്തെ പൂർണ്ണമായും എനിക്കതിൽ നിന്നങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയൂല എന്ന അവസ്ഥയിലാണെങ്കിലോ അപ്പോഴും ഞാനത് തള്ളിക്കളയുന്നു. ഈ ഒരു നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന മുനാഫിക്കുകൾക്കുണ്ടായിരുന്നു. നമുക്കതുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അന്ന് അവരുടെ കോടതിയിൽ കേസ് കൊടുക്കാനും കേസിന് പോകുമ്പോഴൊക്കെ ആയിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കോടതിയിൽ പോയി കേസ് കൊടുക്കാനില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. ആ നിയമങ്ങളോടുള്ള നമ്മുടെ നയം എന്ത്? എൻ്റെ മനസ്സിന് നല്ല തൃപ്തി തോന്നുന്ന നിയമങ്ങൾ മാത്രമാണെങ്കിൽ ഞാൻ അള്ളാഹും റസൂലും പറഞ്ഞ അനുസരിക്കും. എൻ്റെ മനസ്സിനോട് 100% വിയോജിപ്പുള്ള നിയമമാണോ അള്ളാഹും റസൂലും പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാൻ അതിനെ സമ്പൂർണ്ണമായും തള്ളിക്കളയും. ഈ ഒരു നയമാണെങ്കിൽ അത് വല്ലാതെ ഭയപ്പെടേണ്ടുന്ന അപകടകരമായ ഒരു നയമാണത്. ഒരിക്കലും അവർ മുഅ്മിനീങ്ങളാവുകയില്ല എന്ന മുന്നറിയിപ്പാണ് സഹോദരങ്ങളെ അള്ളാഹു ഈ വചനങ്ങളിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. തുടർന്നുള്ള വചനങ്ങളിൽ
എന്താ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് തോന്നുവാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് 2-3 കാരണങ്ങൾ അടുത്ത വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ അവസരത്തിൽ ആ 3 കാരണങ്ങളും വളരെ ഗുരുതരമാണ്. അത് നമ്മളിലൊക്കെ വരാതെ സൂക്ഷിക്കേണ്ടുന്ന ഗുരുതരമായ രോഗങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള ഈമാനികമായ പരിപൂർണതയും നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും കാപട്യത്തിൽ നിന്നും കുഫറിൻ്റെതായ ലക്ഷണങ്ങളിൽ നിന്നുമെല്ലാം നമ്മുടെ ഹൃദയത്തെ സമ്പൂർണമായും അവൻ ശുദ്ധീകരിച്ച് അവൻ തൃപ്തിപ്പെടുന്ന അവൻ്റെ അടിമകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബറകാത്തുകളും റഹ്മത്തുകളും നമ്മിൽ അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.